വനിതാ സംവരണ ബില്ലിൽ ചർച്ചകൾ കൊഴുക്കുമ്പോൾ അസാധാരണ നീക്കവുമായി പ്രധാനമന്ത്രി. വനിതാ സംവരണവും മണ്ഡല പുനർനിർണയവും ചേർത്തുള്ള ഭരണഘടനാ ഭേദഗതി എതിർക്കുന്നുവെന്നും പ്രതിപക്ഷം വ്യക്തമാക്കുകയും ചെയ്തു. എന്നിട്ടും ബിൽ മാറ്റിവെക്കാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ല. ഒരു രാഷ്ട്രം ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കണമെങ്കിലും ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുകൊണ്ട് ഈ ബില്ലുകളുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നുവെന്ന ചോദ്യം പ്രധാനമാണ്. ബിൽ അവതരണത്തെ എതിർത്തത് 185 പേരാണ്. സഭയിലെ അംഗങ്ങളെല്ലാം വോട്ടെടുപ്പിൽ പങ്കെടുത്താലും ഭരണഘടനാ ഭേദഗതി പരാജയപ്പെടാൻ ഇത്രയും പ്രതിപക്ഷ വോട്ട് ധാരാളമാണ്. എൻഡിഎക്ക് 293 അംഗങ്ങൾ ഉണ്ടെങ്കിലും അവതരണാനുമതി സമയത്ത് ഇതിൽ 251 പേർ മാത്രമേ സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏത് സെൻസസിലെ ജനസംഖ്യയാണ് മണ്ഡല പുനർനിർണയത്തിന് എടുക്കേണ്ടത് എന്ന് ഒരു ഭരണഘടനാ വ്യവസ്ഥയാണ്. ഭരണഘടനാ വ്യവസ്ഥ ഭേദഗതി ചെയ്യുന്നതിന് പ്രയാസമായതിനാൽ ലളിത ഭൂരിപക്ഷത്തിൽ മണ്ഡല പുനർനിർണയം സാധ്യമാക്കുന്നതിനും സർക്കാരിന് വഴിയൊരുക്കാനാണ് ഇപ്പോഴത്തെ നടപടി. നിർമ്മാണത്തിലും 1/3 ഭാഗം സ്ഥാനം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ബിൽ ഭാരതീയ ജനാധിപത്യത്തിന്റെ പുതിയ അധ്യായമായി മാറുന്നു. സ്ത്രീകളുടെ കരുത്തും ആത്മവിശ്വാസവും രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണെന്ന തിരിച്ചറിവിലാണ് ഈ ബിൽ രൂപം കൊണ്ടത്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതു മുതൽ സ്ത്രീകളെ കേന്ദ്രബിന്ദുവാക്കി നിരവധി പദ്ധതികളും നിയമപരിഷ്കാരങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകളെ വർഷങ്ങളായി പീഡിപ്പിച്ചിരുന്ന മുത്തലാഖ് സമ്പ്രദായം നിയമവിരുദ്ധമാക്കിയതിലൂടെ സ്ത്രീകളുടെ സാമൂഹിക നീതിക്കും മാനവിക അവകാശങ്ങൾക്കും വലിയൊരു സംരക്ഷണം ലഭിച്ചു. വനിതാ സംവരണമാണ് മുഖ്യമെന്നും അതിന് വഴിയൊരുക്കാനുള്ളതാണ് മണ്ഡല പുനർനിർണയമെന്നുമുള്ള ഭരണപക്ഷ വ്യാഖ്യാനത്തെ മറികടന്ന് നിലപാട് വ്യക്തമാക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു. സംവരണത്തെയല്ല നടപ്പിലാക്കുന്നതിനുള്ള മാർഗത്തെയും അതിന്റെ ഉദ്ദേശശുദ്ധിയുമാണ് എതിർക്കുന്നത് എന്ന് പ്രതിപക്ഷം കൃത്യമായി പറഞ്ഞു. 50% സീറ്റ് വർധന എല്ലാ സംസ്ഥാനത്തിനും ഗുണം ചെയ്യുമെന്ന വാദത്തിലൂന്നി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമം. 50% എന്ന വ്യക്തത ബില്ലിൽ ഇല്ല എന്നാണ് പ്രതിപക്ഷ വാദം. ലോക്സഭയിൽ ഒരു സംസ്ഥാനത്തിനും ഇപ്പോഴുള്ള അംഗബലത്തിന്റെ അനുപാതത്തിൽ മാറ്റം വരില്ല എന്നും ബില്ലിൽ പരാമർശിച്ച് ഇതിനെ മറികടക്കാൻ ശ്രമിക്കാമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ 50% തോതെങ്കിൽ ഏറ്റവും കൂടുതൽ വർധനയുണ്ടാകാവുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള സമാജ്വാദി അംഗങ്ങൾ പോലും അതിന്റെ പേരിൽ നിലപാട് മയപ്പെടുത്തുന്നില്ല. മണ്ഡല പുനർനിർണയത്തിലൂടെ തങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് അവർ ഭയക്കുന്നു. 2ാം UPA സർക്കാരിന്റെ കാലത്ത് ലോക്സഭയിൽ ലോക്പാൽ ലോകായുക്ത ബിൽ പാസായി. ലോക്പാലിന് ഭരണഘടനാ പദവി നൽകാനുള്ള ബിൽ പരാജയപ്പെട്ടു. ആദ്യ ബില്ലിന് സാധാരണ ഭൂരിപക്ഷം മതിയായിരുന്നു. രണ്ടാമത്തേത് ഭരണഘടനാ ഭേദഗതി ആയതിനാൽ 2/3 ഭൂരിപക്ഷം വേണമായിരുന്നു. 277 അംഗങ്ങൾ ഉണ്ടായിരുന്ന UPAക്ക് അതും നേടാനായില്ല. അന്ന് എല്ലാവരും രാഷ്ട്രീയാതീതമായി ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉന്നയിച്ച വാദം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. അന്ന് ലോക്പാലിനായുള്ള ഭരണഘടനാ ഭേദഗതിയെ BJP എതിർത്തു. ഇപ്പോൾ സംവരണ മണ്ഡല പുനർനിർണയ ബിൽ പാസ്സാവില്ല. അതിനൊപ്പമുള്ള 2 ബില്ലുകൾ സാധാരണ ഭൂരിപക്ഷത്തോടെ പാസ്സാവാം. ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാനുള്ള ഭൂരിപക്ഷമില്ല എന്ന ബോധ്യത്തോടെ ബിൽ പരാജയപ്പെടട്ടെ എന്ന് തീരുമാനിക്കുമോ അതോ സഭാസമിതിയുടെ പരിശോധനയ്ക്ക് വിട്ട് തൽക്കാലം തടിയുരുകയെന്ന ഉപായത്തിന് മുതിരുമോ എന്നും വ്യക്തമില്ല. നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും കൂടുതൽ വനിതാ നേതാക്കൾ ഉയർന്നു വരാനാണ് ഈ നിയമം വഴിയൊരുക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. സ്ത്രീകളെ വെറും വോട്ട് ബാങ്കായി മാത്രം കാണുന്ന രാഷ്ട്രീയ രീതിയിൽ നിന്നുള്ള മാറ്റമാണ് വനിതാ സംവരണ ബില്ലെന്നും അദ്ദേഹം പറയുന്നു. സ്ത്രീകളെ നയരൂപീകരണത്തിന്റെ ഭാഗമാക്കുകയാണ് ഈ നിയമം ചെയ്യുന്നത്. ഇതിലൂടെ സ്ത്രീകളുടെ ശബ്ദം നിയമസഭകളിലും പാർലമെന്റിലും കൂടുതൽ ശക്തമായി ഉയരും. അതേസമയം ഈ ബിൽ പൂർണ്ണമായും നടപ്പിലാക്കുന്നതിനായി ചില ഭരണഘടനാപരവും സാങ്കേതികപരവുമായ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. സെൻസസും മണ്ഡല പുനർനിർണയവും പൂർത്തിയായ ശേഷം മാത്രമേ സംവരണ പ്രാബല്യത്തിൽ വരൂ. സംവരണം പ്രാബല്യത്തിൽ വരും. അതിനാൽ ഈ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. വൈകുന്നതോടെ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവസരവും വൈകും. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ പ്രക്രിയ വേഗത്തിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകൾക്ക് വേണ്ടത്ര അവസരം നൽകിയിട്ടില്ല എന്ന വിമർശനം വ്യാപകമാണ്. പതിറ്റാണ്ടുകളായി മാറി മാറി ഭരിച്ച മുന്നണികൾക്ക് ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രിയെ പോലും കേരളത്തിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. വനിതാ പ്രവർത്തകർ എല്ലാ പാർട്ടികളിലും ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് ഉയർന്ന സ്ഥാനങ്ങളിലേക്കുള്ള അവസരം വളരെ കുറവായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വനിതാ സംവരണ ബിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നത്. പ്രസംഗങ്ങളിൽ സ്ത്രീ ശാക്തീകരണം പറയുന്നതിന് പകരം അവർക്ക് നിയമപരമായി അധികാരം ഉറപ്പാക്കുകയാണ് ഈ ബിൽ ചെയ്യുന്നത്. ഭാരതം ഒരു വികസിത രാഷ്ട്രമാണെങ്കിൽ സ്ത്രീകളുടെ പങ്കാളിത്തമില്ലാതെ അത് സാധ്യമാവില്ല. വനിതാ സംവരണ ബിൽ ഒരു നിയമപരിഷ്കാരം മാത്രമല്ല, അത് ഭാരതീയ ജനാധിപത്യത്തെ കൂടുതൽ സമഗ്രവും സമത്വപരവും ആയതാക്കുന്ന വിപ്ലവകരമായ ചുവടുവെപ്പാണെന്നും മോദി പറയുന്നു. സ്ത്രീകളുടെ ശബ്ദം കൂടുതൽ ശക്തമായി ഉയരും. പുതിയ തലമുറയിലെ വനിതാ നേതാക്കൾ ഉയർത്തെഴുന്നേൽക്കും. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന വേദികളിൽ സ്ത്രീകൾ തുല്യമായി സാന്നിധ്യം ഉറപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിന് തുടക്കമാകുകയും ചെയ്യും ഈ ബില്ലിലൂടെ എന്നാണ് പ്രധാനമന്ത്രി ഉൾപ്പെട്ട മുതിർന്ന നേതാക്കൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.